കസാരകളി കളിച്ചിട്ടില്ലേ? നമ്മളെല്ലാവരും ചെറുപ്പത്തിലും ഇപ്പോഴും ഒക്കെ കളിക്കുന്ന ഒരു കസാരകളിയാണ്. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരനാവുന്ന ഒരു കളിയാണ് കസാരകളി. ഇത്തരത്തിലൊരു കസാരകളിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. ഒരു വിവാഹ വിരുന്നിൽ ഒരുപാട് പേര് മുൻപിൽ ഇരിക്കാൻ വേണ്ടി തിക്കുകൂടുക. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒന്നെങ്കിൽ സ്റ്റേജ് അല്ലെങ്കിൽ ഏറ്റവും മുൻപിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ എല്ലാവരും നമ്മളെ തന്നെ നോക്കും. എന്നാൽ ഈശോ സുവിശേഷത്തിൽ പറയണം, നിങ്ങൾ മുൻപിലിരിക്കരുത്, ഏറ്റവും പുറകിൽ പോയിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം. എളിമേനെ കുറിച്ച് ഈശോ പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? വിവാഹത്തിന് വിരിച്ച ആള് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ അന്വേഷിച്ചു വന്ന് അവിടെ നിന്ന് നിങ്ങളെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇരുത്തും, മുൻപിലേക്ക് ഇരുത്തുമെന്ന് പറയാം. സ്വർഗസ്നായ പിതാവിന്റെ സ്വഭാവം ഇവിടെ കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് ഈശോ പറയുന്നുണ്ട്. നിങ്ങൾ എളിമയോടുകൂടെ തമ്പുരാന്റെ മുൻപിൽ ഇരുന്നാൽ മതി. വലിയ ആള് കളിക്കാൻ പോകണ്ട. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ദൈവം വന്ന് നിങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് മുൻപിലേക്ക് എത്തിച്ചോളും. അതുകൊണ്ടാണല്ലോ സ്വർഗരാജ്യത്തിലേക്ക് എത്തുമ്പോൾ മുൻപന്മാരാണെന്ന് സ്വയം കരുതിയവരെല്ലാം പിൻപന്മാരും, പിൻപന്മാരാകാൻ സ്വയം പിന്നോലോട്ട് പോയവരെല്ലാം ദൈവം എടുത്ത് മുൻപിലേക്ക് നിർത്തുന്നത്.